ഹായ്, വെൽക്കം ടു LMC ഗാരേജ്. നമ്മളിന്ന് ചെയ്തിട്ടുള്ളത് ഒരു പഴയ മോഡൽ FC-യുടെ ഹെഡ്ലൈറ്റ് LED ലൈറ്റ് ആക്കുന്നതാണ്. ഇതെങ്ങനെയാണ് ചെയ്തിട്ടുള്ളതെന്ന് കാണണമെങ്കിൽ വീഡിയോയിൽ പോകാം. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ലൈറ്റ്. അപ്പോൾ നമ്മൾ ഇത് കസ്റ്റമൈസ്ഡ് ആയിട്ട് ഒരു ഹോണറ്റിൻ്റെ ഹെഡ്ലൈറ്റ് നമ്മൾ FC-യുടെ ഹെഡ്ലൈറ്റിലേക്ക് കട്ട് ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ വയറിങ്ങും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ഞാനിത് പറഞ്ഞുതരാം. അപ്പോൾ നമ്മളിതിനകത്ത് 4 കണക്ഷൻ നമ്മളിപ്പോൾ പുറത്തേക്ക് കാണുന്നുണ്ട്. ഇതിൽ 5 കണക്ഷൻ വരും. അപ്പോൾ ഇതിൻ്റെ സ്റ്റോക്ക് കപ്ലർ വരുന്നത് ഇതാണ്, ഈ ഒരു കപ്ലറിലാണ് വരിക. അപ്പോൾ നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ചെയ്തതാണ്. അപ്പോൾ ഹോണറിൻ്റെ ലൈറ്റ് തന്നെ ചെയ്യേണ്ടവർക്ക് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് മെസ്സേജ് ചെയ്താൽ മതി, പറഞ്ഞുതരാം. നമ്മൾ ഈ 2 ഹെഡ്ലൈറ്റും നമ്മളെ കയ്യിൽ കസ്റ്റമർ കൊണ്ടു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഹെഡ്ലൈറ്റിൻ്റെ ഷേപ്പിനകത്തേക്ക് ഈ ഒരു ഹോണറിൻ്റെ ലൈറ്റ് നമ്മൾ കയറ്റണം. അതാണ് നമ്മൾ ആദ്യം ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ഹോണറിൻ്റെ ലൈറ്റിൻ്റെ ഷേപ്പും ഇതും ഏകദേശം സെയിം ആണ്. പക്ഷേ ഇതിൽ വരുന്ന ഒരു കോംപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കാണുന്ന റിഫ്ലക്ടർ സൈഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് ആ ഡോം തന്നെയാണ് അതിൻ്റെ റിഫ്ലക്ടറായിട്ട് തന്നെ വരുന്നത്. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ അതിന് ഡാമേജ് പറ്റാത്ത രീതിയിൽ തന്നെ കട്ട് ചെയ്യണം. ഈ FC-യുടെ സെയിം അതുപോലെ തന്നെയാണ്. എന്നാലും അതിൽ കറക്റ്റ് സീറ്റാവുന്ന രീതിയിൽ, മാക്സിമം സീറ്റാവുന്ന രീതിയിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടില്ലാതെ കയറ്റാൻ പറ്റും. അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഇതിൻ്റെ സ്റ്റോക്ക് കപ്ലർ വന്നിരുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി സമയം കളണ്ടെന്ന് വിചാരിച്ചിട്ട് ഹെഡ്ലൈറ്റൊക്കെ ഓൾറെഡി പൊളിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഗ്ലാസ് നല്ല ഹീറ്റ് ചെയ്തിട്ട് ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഒരു 4 സ്ക്രൂസ് ഉണ്ടാവും. ആ സ്ക്രൂ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡോമിൻ്റെ ഫ്രണ്ടിലുള്ള ആ ഒരു പാനൽ നമുക്ക് ഊരിയെടുക്കാം. അത് ഊരിയെടുത്തതിന് ശേഷം ഓൾറെഡി നമ്മൾ സ്ക്രൂസൊക്കെ ഊരിയിട്ടുണ്ട്. അങ്ങനെ ഇതേ കാണുന്ന ഭാഗത്ത് 4 സ്ക്രൂ ആണ് നമുക്ക് ഉണ്ടാവുക. ഊരിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഹെഡ്ലൈറ്റിൻ്റെ റിഫ്ലക്ടർ യൂണിറ്റും അതേപോലെ തന്നെ ഈ ഒരു SMD ബോർഡും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇതിൽ ഓൾറെഡി 4 വയറാണ് കാണുന്നത്, 5 വയറുണ്ടാവും. 5ാമത്തെ വയർ ECMലേക്കുള്ളൊരു കണക്ഷൻ ആയത് നമുക്കത് ആവശ്യമില്ലാതെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഈ ഒരു പച്ച വയർ, ഒരു ബ്ലൂ വയർ, ഒരു റെഡും ബ്ലാക്കുമാണ് വരുന്നത്. അതിൽ പച്ച വയർ നമുക്ക് ഫുൾ ടൈം പോസിറ്റീവായിട്ട് കൊടുക്കും, ബ്ലൂ വയർ നമ്മൾ നെഗറ്റീവായിട്ട് കൊടുക്കുമ്പോൾ ഡിമ്മ് നമുക്ക് ഓൾറെഡി കിട്ടും. ഈ കാണുന്ന റെഡും ബ്ലാക്കും കൂടി ത്രൂ ആയിട്ട് കൊടുത്താൽ നമുക്ക് ബ്രൈറ്റും കിട്ടും. അപ്പോൾ വയറിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഓൾറെഡി പറഞ്ഞ്. ഇനിയിപ്പോൾ കാര്യമായിട്ടുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ നമുക്കിതൊന്ന് കത്തിച്ച് നോക്കിയതിന് ശേഷം കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഫുൾ ടൈം പോസിറ്റീവ് കൊടുത്തു, നെഗറ്റീവ് കൊടുത്തു, നമ്മൾ ഡിമ്മ് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഈ പറഞ്ഞ 2 വയറുകൾ നമ്മൾ ഷോർട്ടാക്കി നോക്കുമ്പോഴാണ് നമുക്ക് ഇതിനകത്ത് ബ്രൈറ്റ് കിട്ടുക. ഈ ഒരു കണക്ഷൻ സ്വിച്ചിലേക്ക് വരുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. നമുക്ക് ഫുൾ ടൈം ആയിട്ട് ഈ ഒരു പോസിറ്റീവ് കണക്ഷൻ കിട്ടിയാൽ മാത്രമേ നമുക്ക് ബ്രൈറ്റ് സ്വിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് ഡിമ്മും ബ്രൈറ്റും ചെയ്യുന്ന സമയത്ത് ഇത് മാറിയാണ് വരിക. അപ്പോൾ ആ രീതിയിലുള്ളൊരു കണക്ഷൻ മാറാൻ വേണ്ടിയിട്ട് ഒരു ഡയോഡും അതേപോലെ തന്നെ ഒരു റിലേയും വെക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അത് എന്തെങ്കിലും ആവശ്യമുള്ളവർക്ക് ഞാൻ മെസ്സേജ് ചെയ്ത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു ഹെഡ്ലൈറ്റ് നമുക്ക് ഈ ഒരു ഗ്ലാസ്സിലേക്ക് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഈ ഒരു പാനൽ ഇതിനകത്തേക്ക് കയറ്റണം. അതിനനുസരിച്ചിട്ട് ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്തിട്ട് FC-യുടെ ഒരു ഡോമിലേക്ക് നമ്മൾ ഫൈബർ ചെയ്തിട്ട് ഫിറ്റ് ചെയ്യാൻ പോവുകയാണ്. ഏകദേശം കട്ടിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടുക. ഈ ഒരു ഡോം, അതായത് ഇതിൻ്റെ റിഫ്ലക്ടർ സൈഡ് ഡാമേജ് വരാതെ വേണം കട്ട് ചെയ്യാൻ. അതേപോലത്തെ ഫ്രണ്ട് പാനൽ മാക്സിമം വൃത്തിയിൽ കിട്ടുന്ന രീതിയിലാണ് കട്ട് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഫ്രണ്ട് ഗ്ലാസിൻ്റെ ഉള്ളിലേക്ക് ഏകദേശം കിട്ടിയിട്ടുണ്ട്. ബാക്കി ചെറുതായിട്ട് നമ്മൾ കട്ടിങ്ങിൽ വന്ന ഈ ഒരു ഭാഗങ്ങളൊക്കെ നമുക്ക് പുറത്തുനിന്ന് കാണുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ ക്ലിയർ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ സൈഡ് ഭാഗം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. അത് ആ സൈഡത്തെ പാനൽ, ആ ഇൻഡിക്കേറ്റർ വരുന്ന പാനൽ വരുമ്പോൾ നമുക്കത് കവറായിട്ട് പോകും. അപ്പോൾ മാക്സിമം കാണുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ വൃത്തിയാക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മളിനി ഈ ഒരു ഡോമിലേക്ക് നമ്മൾ സെറ്റ് ചെയ്യണം. അപ്പോൾ അത് ഏകദേശം വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് വേണ്ടാത്ത ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് ബാക്കി ഫൈബർ ചെയ്തിട്ടോ MC-യിൽ വെച്ചിട്ടോ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒട്ടിക്കുക. ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് വെള്ളം കയറരുത്. വെള്ളം കയറി കഴിഞ്ഞാൽ നമുക്ക് ബോർഡ് ഡാമേജ് ആവാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഏകദേശം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ വയറ് പുറത്തേക്ക് വരാനുള്ളൊരു സ്ഥലം നമ്മൾ ഉണ്ടാക്കണം. അതേപോലെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഫില്ല് ചെയ്യണം. നമ്മളിവിടെ ഫൈബറിങ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അല്ലാത്തവർക്ക് MC-യിൽ ചെയ്യണമെന്ന് വെച്ചാൽ MC-യിലിട്ട് ഒട്ടിക്കാം. പക്ഷേ വെള്ളം കയറാത്ത രീതിയിൽ സീൽഡായിട്ട് തന്നെ ചെയ്യണം, അല്ലെങ്കിൽ സാധനം അടിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിനി ഇത് ഒട്ടിക്കാൻ പോവാണ്.
എല്ലാ ഭാഗവും നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഫൈബർ ചെയ്ത് കംപ്ലീറ്റ് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ ഗ്രൈൻഡ് ചെയ്ത് ഫിനിഷ് ചെയ്യണം. വയറ് പോരാൻ വേണ്ടി നമ്മൾ ഹോൾട്ട് ഉണ്ട്. ആ ഭാഗം കഴിയുന്ന സിലിക്കോണോ അല്ലെങ്കിൽ പേസ്റ്റ് എന്തെങ്കിലും വെച്ചിട്ട് അടയ്ക്കുക, അല്ലെങ്കിൽ അതിലെ വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട്. ചെറുതായിട്ട് വെള്ളം കയറിയാൽ പോലും ഗ്ലാസ്സിൽ മിസ്റ്റ് വരാനുള്ള സാധ്യതയുണ്ട്. ഗ്ലാസ്സൊക്കെ നമ്മൾ ഫിറ്റ് ചെയ്ത് നോക്കുക. ഓക്കെ ആണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ബാക്കി കാണുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്യണം. അത് നമ്മൾ ഫോം ഷീറ്റോ അല്ലെങ്കിൽ അതുപോലെ വേറെ ഫൈബർ ചെയ്തിട്ടോ എങ്ങനെ എന്തെങ്കിലും ചെയ്യുക. അപ്പോൾ ബാക്കിയുള്ള ഈ ഒരു കാഴ്ച ഭാഗം നിർത്തിയിട്ട് ബാക്കി എല്ലാ ഭാഗവും നമ്മൾ ആ റിഫ്ലക്ടർ ഒഴിവാക്കിയിട്ട് ബാക്കി എല്ലാ ഭാഗവും പെയിൻറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു ലോഗോ അടിച്ചിട്ടുണ്ട്. ബാക്കി എല്ലാ ഭാഗവും ബ്ലാക്ക് പെയിൻറ്റ് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഇനി ഗ്ലാസ് ഒട്ടിക്കണം. ഗ്ലാസ് ഒട്ടിക്കുന്ന പാർക്ക് ലൈറ്റ് നിൽക്കുന്ന പോർഷൻ നമ്മൾ അതേപോലെ തന്നെ വെച്ചിട്ടുണ്ട്. അതിൽ വേണമെങ്കിൽ പാർക്ക് ഇടേണ്ടവർക്ക് ഇടാം, അല്ലെങ്കിൽ അത് ജസ്റ്റ് കപ്ലർ ഇട്ടിട്ട് ക്ലോസ് ചെയ്യുക. ആ ഭാഗത്ത് മെയിൻ ഗ്ലാസ് ലെഫ്റ്റ് സൈഡ് ഗ്ലാസ്സിൽ ചെറിയൊരു ലൈൻസ് വരുന്നതുകൊണ്ട് നേരിട്ട് നോക്കിയാൽ കാണുന്നില്ല. അപ്പോൾ ഗ്ലാസ് നമ്മൾ സിലിക്കോൺ ഇട്ടിട്ടാണ് ഒട്ടിക്കുന്നത്. ഇത് ഗ്ലാസ് ഒട്ടിക്കുന്ന പേസ്റ്റ് ഇട്ട് ഒട്ടിക്കുക, സിലിക്കോൺ ഇട്ട് ഒട്ടിക്കുക. അതിൽ കഴിയുന്നതും കളർ വൈറ്റോ ബ്ലാക്കോ സിലിക്കോൺ ഉപയോഗിക്കുക. ക്ലിയർ സിലിക്കോൺ അത്ര തന്നെ വെതർ പ്രൂഫായിട്ട് നിൽക്കണമെന്നില്ല. അപ്പോൾ അത്യാവശ്യം ക്വാളിറ്റിയുള്ള സിലിക്കോൺ തന്നെ ഒട്ടിക്കുക. അപ്പോൾ എല്ലാ ഭാഗത്തും ഒരേപോലെ സിലിക്കോൺ ആവുന്ന രീതിയിൽ ചെയ്തതിന് ശേഷം ഗ്ലാസ് ജസ്റ്റ് പ്രസ് ചെയ്ത് ഒന്ന് ഹീറ്റ് ചെയ്തിട്ട് ആ ക്ലിപ്പും കാര്യങ്ങളൊക്കെ കറക്റ്റ് കുടുങ്ങി കഴിഞ്ഞാൽ എയർ ടൈറ്റ് ആയിട്ട് തന്നെ നിൽക്കും. അപ്പോൾ നമ്മൾ ഒട്ടിച്ചതിന് ശേഷം ഞാൻ ഒന്നുകൂടി കത്തിച്ച് കാണിച്ചു തരാം. അങ്ങനെ ഗ്ലാസ് ഫിക്സ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഗ്ലാസ് നല്ല ടൈറ്റായിട്ട് എല്ലാ ഭാഗവും ഫിക്സ് ആവുന്ന മാതിരി ചെയ്യാതെ ഈ ഹെഡ് ലൈറ്റ് നല്ല ഏതൊരു ഹെഡ് ലൈറ്റ് ഊരി കഴിഞ്ഞാൽ തിരിച്ച് കയറുമ്പോൾ ഗ്ലാസ് കറക്റ്റ് ടൈറ്റായിട്ട് എയർ ടൈറ്റായിട്ട് കയറിയില്ലെങ്കിൽ ഗ്ലാസ്സിൽ മിസ്റ്റ് വരാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ വാഷ് ചെയ്യുമ്പോഴൊക്കെ വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്ലാസ്സൊക്കെ ഒട്ടിച്ച് ഫുൾ ഫിനിഷാക്കി നല്ല എയർ ടൈറ്റായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഗ്ലാസിൻ്റെ ഏകദേശം ഷേപ്പ് വരെ. ഹെഡ് ലൈറ്റ് നമുക്ക് കാണാൻ ഇതുപോലെ ഇരിക്കും. അപ്പോൾ നമ്മൾ വയറൊക്കെ ജസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കണക്ഷനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് കത്തിച്ച് നോക്കാം. ഡിമ്മ് നമുക്ക് കത്തിയിട്ടുണ്ട്. ഇതാണ് ഡിം ലൈറ്റ് വരിക, അതായത് ലോ ബീം ഇതാണ് വരിക. അടിഭാഗത്താണ് നമുക്ക് ഹൈ ബീം, അതായത് ബ്രൈറ്റ് വരുന്നത്. അത് നമ്മൾ ബാക്കിയുള്ള ആ ചുവപ്പും കറുപ്പും വയർ അത് ജസ്റ്റ് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അതിനാണ് നമ്മൾ റിലേ വെക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ റിലേ വെക്കുന്ന സമയം തന്നെ ഡിമ്മ് കണക്റ്റായി തന്നെ നിൽക്കാൻ വേണ്ടി, അതായത് പോസിറ്റീവ് അതിൽ ഫുൾ ടൈം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്രൈറ്റിൽ നിന്ന് ഒരു ഡയോഡ് കൂടി പോസിറ്റീവിലേക്ക് കൊടുക്കും. അപ്പോൾ നമുക്ക് ബ്രൈറ്റ് ഇടുന്ന സമയത്ത് ഡിമ്മ് കൂടി കിട്ടും. ആ രീതിയിലാണ് നമ്മൾ കണക്ഷൻ വരിക. അപ്പോൾ നമ്മളുടെ ഈ ഒരു പ്രൊജക്റ്റ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. നമ്മളത് വണ്ടിയിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ കണ്ടിട്ട് ഏകദേശം ഒരു വൃത്തിയിൽ ചെയ്തു എന്നാണ് തോന്നുന്നത്. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതേപോലെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അറിയിക്കുക. അതേപോലെ ഇതുപോലത്തെ വീഡിയോ കാണാൻ താല്പര്യമുള്ളതാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോ ഇനിയും വരാനുണ്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്.